guys. Hi guys, Assalamualaikum. Welcome back to my YouTube channel, Chippu's Vlog. അയ്യോ സുഖമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു സൺഡേ വ്ളോഗാണ്. എൻ്റെ കാലിൻ്റെ അടുത്ത് ഒരാളുണ്ട്. ഓക്കെ ഓക്കെ പോയിക്കോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വെച്ചാൽ സൺഡേ വ്ളോഗാണ്. പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. വെറുതെ ഒരു വ്ളോഗ് എടുക്കുന്നത്. ഇത് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് കരുതിയത്. വെൽക്കം ടു ദ വീഡിയോ. 11:30-12 മണിയൊക്കെ ആവാനായി. ഞാൻ എപ്പോഴാണ് എണീക്കുന്നത്, ബിക്കോസ് നോമ്പല്ലേ, പിന്നെ സൺഡേ ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യല്ലേ. അപ്പോൾ അതാണ് ഇത്ര ലേറ്റായിട്ട് എണീക്കുന്നത്. പിന്നെ രാവിലെ നമ്മൾ അത്താഴം കഴിച്ച് നിസ്കരിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ നമ്മൾ ഇപ്പോഴാണ് എണീക്കണേ. അപ്പോൾ ഇന്നത്തെ അജണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഫ്രീ ആണ്, ഞാൻ പക്ക ഫ്രീ ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത് ഞാൻ ഫേസ് വാഷ്, സ്കിൻ കെയർ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് എന്ന് കാണിച്ചു തരാം. ഓക്കെ, ചെയ്യുന്ന ഫേസ് വാഷ് വന്നിട്ട് മാമ എർത്തിൻ്റെ ഫേസ് വാഷിൻ്റെ കുപ്പിയിൽ ഈ മാമ എർത്തിൻ്റെ റൈസ് വാട്ടറാണ്. റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡുള്ള കണ്ടൻറ്റുള്ളൊരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഡ്രൈ ആക്കും രാവിലെ, പക്ഷേ ഭയങ്കര വൃത്തി എത്തും കേട്ടോ. അത് ഞാൻ ഇത് വെച്ചിട്ട് ഈ അപ്ലിക്കേറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിലാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഫേസ് വാഷ് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, സോംബിയെ ഞാൻ അങ്ങനെ സ്കിൻ കെയർ കാരണം ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഒന്ന് ലിപ് ബാം ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. രാത്രി ഞാൻ ചെയ്യാറുണ്ട് കിടന്നുറങ്ങുമ്പോൾ. രാത്രി ഞാൻ അങ്ങനെ കുറവാണ്. ഇന്ന് പുറത്ത് പോകാൻ പ്ലാനുണ്ട്. ഇതിൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നുമല്ല, നൈസായിട്ട് ചെറിയ ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, പക്ഷേ വേറൊരു വെസ്റ്റേൺ ടൈപ്പ് പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ടോപ്പ് നോക്കണം. അപ്പോൾ പറ്റുമെങ്കിൽ സ്റ്റുഡിയോ പോകും, അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്യാം. നാളെ ഒരു നോമ്പ് തുറ ഉണ്ട്, നമ്മൾ ഓഫീസിലാണ് നോമ്പ് തുറ വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഓഫീസിൽ നോമ്പ് തുറ ഞാൻ ഒരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നാളെ എടുക്കാം. ഗൈസ്, എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഗൈസ് നോക്കുന്നുണ്ടോ കൈയുടെ വ്യത്യാസം, കൈയുടെയും ഫേസിൻ്റെ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട് കൈ. ഒന്നാമത്തെ ഞാൻ ഇപ്പോൾ സ്കൂട്ടി ഓടിച്ചിട്ടാണ് ഞാൻ ഓഫീസിൽ പോവാറ്. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് കൈക്ക്. ഞാൻ ഇവന്തോ കവറൊക്കെ ഇട്ടിട്ട് പോവാണെങ്കിൽ കൂടിയും കൈക്ക് ടാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ഒന്ന് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ടൈമിൽ ഞാൻ ഒന്ന് പോയി ഡീറ്റൈൻ ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാം, ഒരു ഷോർട്ട് വീഡിയോ പോലെ എടുക്കാം. ഞാൻ ഡീറ്റൈൻ ചെയ്യുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുക്കാം. റെഡി ആകുമ്പോൾ ഇങ്ങനെ മെസ്സാക്കിയിട്ടാണ് ഞാൻ പോവാറ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി വെക്കണം. ആൻഡ് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കായിരുന്നു ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട്. ഒരു കംഫി മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഫേസസ് കാനഡയുടെ. നല്ല ലൈറ്റ് വെയിറ്റ്, നല്ല എന്തോ അതിൽ എന്തൊരു ഓയിലുണ്ട് തോന്നണതില്ല എന്തോ, ബിക്കോസ് അത്രയും സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഷെയ്ഡ് വന്നിട്ട്. കാരണം ഒരു ഭയങ്കര ന്യൂഡായിട്ട് വാഷ് ഓഫ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ന്യൂഡായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നല്ലതാണ്. നൈസായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ നല്ലൊരു വേറൊരു ഷെയ്ഡ്, എടുത്ത് കാണിക്കാണ്ട് ഒരു സാധാ ഷെയ്ഡ്. ഞാൻ വാങ്ങിയതാണ് $2.99 ആയിട്ട്. എനിക്ക് പറ്റിയ ഷെയ്ഡല്ല, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു, സാധനം കഴിക്കാണ്ട്. ഇവിടെ അടുത്ത് തന്നെ, അത് ഹെൽമെറ്റൊന്നും ഇടാതെ കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരാം. ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ എത്തിയിട്ടുണ്ട്. ചെറിയൊരു സാധനം ഉണ്ടാക്കാൻ പെട്ടെന്നൊരു പൂതി, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് മേടിച്ചതാണ്. സാധനങ്ങളുള്ളൂ. ഡെസേർട്ട് ഞാൻ അങ്ങനെ ഷുഗർ പേഴ്സൺ ഒന്നല്ല, പക്ഷേ എനിക്ക് ഇടയ്ക്കൊരു ക്രേവിങ്സ് വരും ഷുഗർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച സാധനമാണ് നമ്മൾ ബ്രൗണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി. എനിക്കറിയത് ഉണ്ടാക്കാനൊന്നും, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി ശരിയാവുമെന്ന് പോലും എനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. ആൻഡ് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊക്കോ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ഐസ്ക്രീം വാങ്ങിച്ചെന്തിനാ വെച്ചാൽ നമുക്ക് ബ്രൗണിയുടെ മേലെ ഐസ്ക്രീം വെച്ച് കഴിക്കാനാണ് എനിക്ക് പൂതി. അപ്പോൾ അതിനാണ് ഐസ്ക്രീം വെച്ച് ചെറുതാണ് വാങ്ങിച്ചത്. എനിക്ക് അതന്നെ
ആരും കഴിക്കൂല ഇവിടെ. ഞാൻ പ്രത്യേകിച്ച് ഞാനൊന്നും അങ്ങനെ ഐസ്ക്രീം അഡിക്റ്റ് അങ്ങനത്തെ ആവുന്നില്ല. ആൻഡ് കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് ആൻഡ് ബേക്കിംഗ് പൗഡർ ആൻഡ് ബട്ടർ വേണം. അത് ഞാൻ വേറെ കടയിൽ വാങ്ങിച്ചു. ബട്ടർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എഗ്ഗും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ചോക്ലേറ്റ്സൊക്കെ ഞാൻ കാണുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ചോക്ലേറ്റ്സൊക്കെ മുറിച്ചിടാം. ഓക്കെ, നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നെസ്ലയുടെ ചോക്ലേറ്റ് ഒന്ന് വെച്ച് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും വെച്ചില്ല, സാധാ ചോക്ലേറ്റ്. ഇതന്നെ ശരിയാവുമെന്ന് അറിയില്ല. അത് നമ്മളെല്ലാം ഓർമ്മയുണ്ട്. നമ്മളിതെല്ലാം ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യുന്നത് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. കാണുന്നുണ്ട് ഗൈസ്, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. മതിയില്ലേ, കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇതിന് കണക്കൊന്നുമില്ല, ഞാനൊരു പ്രത്യേക കണക്കിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്യാസിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ്. അത് നമ്മൾ വെള്ളം വെക്കുക. ഓക്കെ, ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, അതിന് മേലെ നമ്മൾ നേരത്തെ വെച്ചിന് ഇത് ചോക്ലേറ്റ് വെച്ചിട്ട് മെൽറ്റ് ചെയ്യും. ഓക്കെ, മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തിട്ട് ആ ടൈമിൽ നമ്മൾ ഷുഗർ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ പൊടിക്കണം. എന്നിട്ട് കോഴിമുട്ട പൊടിച്ചിട്ട് അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന് കോഴിമുട്ട എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ബീറ്റ് ചെയ്യുക. ബീറ്റർ വെച്ച് യൂസ് ചെയ്യാം. പൊടിച്ച് വെച്ച ഷുഗർ ഇടുക. ഓക്കെ, എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ബീറ്റ് ചെയ്യുന്ന അത്രത്തോളം സോഫ്റ്റ് ആവും. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല സക്സസ് ആവുമെന്ന്. നോക്കി നോക്കാം നമുക്ക് ശരിയാവുമെന്ന്. ഇതിൽക്കിടാൻ നേരത്ത് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിക്കുക. ഓക്കെ, ആദ്യം നമ്മൾ മൈദ ഇടുന്നുണ്ട്. സത്യം പറയല എനിക്കിതിന് കണക്കില്ല, നമ്മൾ ആവശ്യത്തിന് ഇടുക. ഓക്കെ, ഇത്ര മതിയമ്മ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊക്കോ പൗഡർ ഇടുകയാണ്. ഓക്കെ, കുറച്ചും ഇടാം. അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ കുറച്ച് ഇട്ടാൽ മതി. ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിക്കുക. നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ഒന്നും കൂടിയും എന്താ പറയുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. നോമ്പുള്ളതുകൊണ്ട് സത്യം പറഞ്ഞപ്പോൾ നോക്കാൻ പറ്റൂല ഉപ്പുണ്ടോ മാത്രം ഇട്ടതൊന്നും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു കൺസിസ്റ്റൻസി അത് നമ്മൾ കുറച്ചും കൂടി ഇളക്കിക്കൊണ്ടിരുന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എത്ര വൃത്തി വരുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഏത് പാനിലാണോ ചെയ്യാൻ പോകണം അവിടെ അതിൽ ഫുള്ള് നമ്മൾ ബട്ടർ വെച്ചിട്ട് നമ്മൾ ഇനി ഗ്രീസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പാനിൽ ദോശക്കല്ല് ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഈ പാൻ വെക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കൺസിസ്റ്റൻസി ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ആയി വന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മൾ ഫുൾ പോർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡാബ് ചെയ്യുക. പക്ക കേക്ക് വെക്കുന്ന പോലെ തന്നെയാണ്. ബബിൾസ് ഒക്കെ ഇല്ലാന്ന് നോക്കുക. ഓക്കെ, ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയി സ്റ്റുഡിയോയിലേക്ക്. ഞാൻ എൻ്റെ കസിൻ്റെ കൂടെയാണ് പോയത്. അങ്ങനെ പോയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളുണ്ട്. ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അവിടെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ചെരുപ്പിൻ്റെ സെക്ഷനൊക്കെ നല്ല രസമുണ്ട്. ഷൂ നോക്കട്ടെ, എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ സ്റ്റുഡിയോന്ന് ഒരു ടോപ്പും ഉപ്പാക്ക് ടോപ്പ് പിന്നെ അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. ചാർജും കഴിഞ്ഞ് സ്റ്റോറേജും ഇല്ല, ഒന്നുമില്ല. ഗൈസ് റെഡി ആയതുണ്ടോ നോക്കാം നമുക്ക്. ടൂത്ത് പിക്ക് വെച്ചിട്ട്
സെറ്റ് ഗൈസ്, അടിപൊളി. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് പാത്രത്തിൽ ഇടണം. അങ്ങനെ നമ്മൾ ബ്രൗണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. സ്റ്റുഡിയോ പോണതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു. അത് വന്നിട്ടാണ് പിന്നെ അത് പ്ലേറ്റിലേക്ക് മാറ്റിയതൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾക്ക് കണ്ടാൽ ഇത് ബ്രൗണിൻ്റെ പോലെ ഒന്നും ഇല്ലല്ലോ എന്ന് ചിലപ്പോൾ തോന്നും, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. ആൻഡ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഹലുവ പോലെയോ? ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് പ്രതീക്ഷിച്ചാൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ഐസ്ക്രീം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ആ വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, സെറ്റ്. ഇതൊക്കെയാണ് ഒന്ന് ഫുഡ് കഴിക്കാനുള്ളത്. പിന്നെ വ്ളോഗുണ്ട്. വ്ളോഗിലേക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോമ്പറക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.